ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നു. എബ്രായലേഖനം 5-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 5. എബ്രായലേഖനം 5-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. 8 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് ആരും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 8-10, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ആരും ഒരാൾ വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്ന അഹരോനേക്കാൾ വലിയവൻ എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് ഒരു മഹാപുരോഹിതൻ്റെ 3 പ്രത്യേകമായിരിക്കുന്ന ക്വാളിറ്റീസ്, അതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട്. ഒന്ന്, നമ്മൾ ചിന്തിച്ചു വന്നത് ഏത് മഹാപുരോഹിതനും മനുഷ്യരാണ്, മനുഷ്യരുടെ നിന്ന് എടുക്കുന്നു. രണ്ടാമത്തെ ചിന്ത നമ്മൾ പഠിച്ചത് അവൻ സഹതപിപ്പാൻ കഴിവുള്ളവനാണ്, മറ്റുള്ളവരുടെ അത് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? ഹിസ് അക്വേർഡ് ക്വാളിഫിക്കേഷൻ, പ്രാപിച്ചെടുത്തതായിരിക്കുന്ന പദവിയെ ചൂണ്ടിക്കാണിക്കുന്നത്. 3 നമ്മൾ ചിന്തിച്ചത് ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. ഈ 3 വിഷയങ്ങളാണ് അഹരോൻ്റെ പൗരോഹിത്യത്തിൽ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും ഇതേ കാര്യങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, നമ്മൾ പറഞ്ഞത് പുത്രനെങ്കിലും. അപ്പോൾ യേശു ആരായിരുന്നു? മനുഷ്യനായിരുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ട മഹാപുരോഹിതൻ. 2, നമ്മൾ ചിന്തിച്ചത് ദൈവത്താൽ യേശു വിളിക്കപ്പെടുവാനിടയായിത്തീർന്നു. ദൈവമാണ് യേശുവിനെ അധികാരത്തിലേക്ക് നടത്തിയത്, ദൈവമാണ് യേശുവിനെ വിളിച്ചത്, ദൈവത്താൽ യേശു തിരഞ്ഞെടുക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഹിസ് അക്വേർഡ് ക്വാളിഫിക്കേഷൻ, താൻ പ്രാപിച്ചെടുത്ത യോഗ്യത എന്ത് എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. പ്രാപിച്ചെടുത്ത യോഗ്യത, അക്വേർഡ് ക്വാളിഫിക്കേഷൻ. വീണ്ടും ഒരിക്കൽ കൂടെ 8-9 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8-9 വാക്യം വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളായിരിക്കണം. ഈ വേർഡ് അവസാനിപ്പിക്കുന്ന പ്രകാരമാണ്: തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു. അപ്പോൾ യേശു നിത്യരക്ഷയുടെ കാരണഭൂതൻ. ഹീ ബിക്കം ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ സാൽവേഷൻ. നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്ന ഒരു യേശു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് യേശു ആ സോഴ്സ് ഓഫ് ഇറ്റേണൽ സാൽവേഷനായി, നിത്യരക്ഷയുടെ കാരണഭൂതനാകുവാനുള്ള കാരണം എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് യേശു പ്രാപിച്ചെടുത്തായിരിക്കുന്ന ഒരു പദവിയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ ഏറ്റെടുത്തുവാൻ ഇടയായിത്തീർന്ന ഒരു പദവിയാണ്. എന്താണ് ഈ പ്രത്യേകമായ വിഷയം? ഒരു വാക്യം വായിച്ചോട്ട്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 36. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. ആക്ട്സ് 2:36. പ്രൈസ് ഗാഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് കർത്താവായ യേശു ദ സോഴ്സ് ഓഫ് സാൽവേഷൻ ആയത്, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നത് എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാം. യേശു എപ്പോൾ ക്രൂശിൽ കയറിയോ, അഥവാ യേശു പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് എപ്പോൾ യാഗമായി തീർന്നുവോ, ആ യാഗമാണ്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ് ലോകത്തിൻ്റെ നിത്യരക്ഷയുടെ കാരണഭൂതനായിട്ട് യേശുവിനെ തീർത്തത്. പാപം കൊണ്ട് മാനവജാതി പാപത്തിന് കീഴിൽ കിടന്നപ്പോൾ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രൂശിനെ വഹിക്കുവാൻ കാരണമായി തീർന്നു. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തീർന്ന സംഭവത്തെ നോക്കിക്കൊണ്ട് അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ പത്രോസ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസിൻ്റെ ധൈര്യത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ബാല്യക്കാരത്തിന്റെ മുൻപിൽ വെച്ച് ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസാണ് ഇപ്പോൾ മഹാപുരോഹിതന്റെ മുൻപാകെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്: നിങ്ങളാണ് ഈ യേശുവിനെ ക്രൂശിച്ചതെന്ന്. എവിടുന്ന് കിട്ടി ഈ ധൈര്യം? നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മറ്റെങ്ങൂന്ന് കിട്ടിയതല്ല. അവർ ഒരുമിച്ച് കൂടി ദൈവശക്തിക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ കടന്നു വന്നതാണ് പത്രോസിനെ ഈ പദവിയിലേക്ക് ഉയർത്തുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനു മുൻപ് പത്രോസ് എന്ത് പ്രാപിച്ചു? കർത്താവായ യേശു പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു: ശിമോനെ, സാത്താൻ ഗോതമ്പ് പോലെ നിങ്ങളെ പാറ്റിടുന്നതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിങ്ങളുടെ വിശ്വാസം
നഷ്ടപ്പെട്ടു പോകാതിരിക്കണം നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ കർത്താവായ യേശു പത്രോസിന് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ട് പത്രോസിനെ പിന്മാറ്റ ജീവിതത്തിലേക്ക് പത്രോസ് പോയില്ല. എന്നാൽ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ കൂടെ ഒരുമിച്ച് റൂമിനകത്തായിരിക്കുമ്പോൾ യേശു ഇപ്രകാരം അവരോട് പറയുവാൻ ഇടയായിത്തീർന്നു. അവരുടെ മേൽ ഊതി അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവീൻ. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% യേശുവിൻ്റെ വാക്ക് ഇന്ന് വരെ മാറ്റപ്പെടാത്തത് കൊണ്ട് 100% ഇവരെല്ലാവരും എന്ത് പ്രാപിച്ചവരാണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, ഇവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമാണ് ഈ പത്രോസ് പഴയ മീൻപിടുത്തത്തിന് വേണ്ടി പോകുവാനിടയായിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ മേൽ ഊതി അവർ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ അവർക്ക് പിന്മാറ്റത്തിലേക്ക് നയിക്കാതിരിക്കുവാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകുവാൻ, നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത്, അവർ പിന്മാറ്റത്തിലേക്ക് പോകുവാനിടയായി. എന്നാൽ എവിടെയാണ് ഒരു വിപ്ലവകരമായിരിക്കുന്ന മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു ചിന്തിക്കുമ്പോൾ, എപ്പോൾ അവർ പെന്തിക്കോസ് നാളിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുവോ അവിടെയാണ് മാറ്റം വരുവാനിടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, എന്താണ് യേശു ഊതിയപ്പോൾ അവർ പ്രാപിച്ചത്? നിങ്ങൾക്കറിയാം എന്താ അവർ പ്രാപിച്ചത്? പരിശുദ്ധാത്മാവിനെ അവർ റിസീവ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ അകമയുള്ള പ്രാണൻ ജീവിക്കുവാനിടയായിത്തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഞാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ എന്നിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ എന്താ ഞാൻ പ്രാപിച്ചത്? പരിശുദ്ധാത്മാവിനെ ഞാൻ ഉള്ളിലേക്ക് പ്രാപിച്ചു. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയോണം, അതുകൊണ്ട് മാത്രം പറ്റത്തില്ല. ഈ ഭൗമിക ലോകത്തിൽ ജയജീവൻ നയിക്കണമെങ്കിൽ എന്തുകൂടെ ആവശ്യമാണോ? ആത്മാവിൻ്റെ ശക്തിയുടെ ആവശ്യമാണോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ എനിക്കും നിങ്ങൾക്കും ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായ ജീവൻ നയിപ്പാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉള്ളിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവ് ഏതാണ്ട് ശക്തി കുറഞ്ഞവെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഉള്ളിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവ് എന്ന തത്വത്തിൽ മൂന്നാം ആളത്വമാകുന്ന ദൈവം തന്നെയാണ്. യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. എങ്കിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ, അത് നമ്മൾ അനുസരിക്കണമെങ്കിൽ, ആ ദൈവത്തെ നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ആലോചനയ്ക്ക് അനുസരണമായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്, എൻ്റെ ജഡത്തിൻ്റെ ബലഹീനതയെ എന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ ഭാഗം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാഗം ഇന്ന് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രാപിച്ചിരിക്കുമ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത്, ബലഹീനനാകുന്ന എൻ്റെ ജീവിതത്തിന്മേൽ ദൈവം തൻ്റെ കൃപ പകരുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാകുന്നു. അപ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് പത്രോസിനെ കൊണ്ട് ഇവിടെ നിർത്തിയതെങ്കിൽ പത്രോസ് പറയുന്ന ഒരു വേർഡുണ്ട്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, നിങ്ങൾ ഈ യേശുവിനെ ക്രൂശിച്ചു. പക്ഷെങ്കിൽ ഈ യേശു ആരായി മാറി? അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഹി ബിക്കം ദ സോഴ്സ് ഓഫ് ദ സാൽവേഷൻ. അവൻ രക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലാണ് രക്ഷപ്പെടുവാനുള്ള സകലതും കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് അല്ലാതെ മറ്റെങ്ങൊന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വീട് പണിയുവാൻ തക്കവണ്ണം എടുക്കപ്പെട്ട കല്ല്, അത് നിങ്ങൾ തള്ളിക്കളഞ്ഞൊരു കല്ലാണെങ്കിലും അതിപ്പോൾ എന്തായി മാറ്റപ്പെട്ടു? മൂലക്കല്ലായി തീരുവാനിടയായിത്തീർന്നു. ആ മൂലക്കല്ല് എന്ന് പറഞ്ഞ കർത്താവായ യേശുവാകുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ കൂടെ മാത്രമേ രക്ഷപ്പെടുവാൻ സാധ്യമാകത്തുള്ളൂ. വായിച്ചോട്ട് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു, പത്രോസ് തന്നെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല.
അപ്പോൾ വേറെ ഒരു മാർഗത്തിലും കൂടെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നത് പറയുമ്പോൾ വേറെ ഒരു മനുഷ്യനിൽ കൂടെ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് വെരി ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊരു മാർഗത്തിൽ കൂടെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല, മറ്റൊരിടത്തുമൊന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഏതെല്ലാം ഇടത്ത് രക്ഷയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് പോയാലും, ആരിലെല്ലാം രക്ഷ കിട്ടുമെന്ന് ചിന്തിച്ചു പോയാലും, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു അവിടെ എങ്ങുമല്ല രക്ഷയുള്ളത് എവിടെയാ? മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരെ നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ. അതേതോ? യേശു എന്ന നാമം. അപ്പോൾ എന്തായി മാറ്റപ്പെട്ടു? യേശു ഇവിടെ താൻ പ്രാപിച്ചെടുത്തായിരുന്ന അനുഗ്രഹം മുഖാന്തരമായിട്ട് അവൻ ലോകത്തിൻ്റെ രക്ഷിതാവായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പത്രോസ് അപ്പോസ്തലൻ പറയുന്നു അവൻ നമ്മുടെ പാപം ചുമന്ന് ക്രൂശിൽ കയറി. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്ന് പത്രോസ് പറയുമ്പോൾ യഹൂദന്മാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുമായിരിക്കാം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എനിക്ക് ക്രൂശീകരണത്തിന് എനിക്ക് പങ്കില്ല. എന്നാൽ ഒന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം, വേദപുസ്തകം പറയുന്നു അവൻ നമ്മുടെ പാപം ചുമന്ന് ക്രൂശിൽ കയറി എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുവാനുള്ള കാരണം ആരും കൂടെയാ? ഞാനും കൂടെ. നിങ്ങൾ മനസ്സിലായോ? ആ തോട്ട് കിട്ടിയോ? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, ആരാ യേശുവിനെ ക്രൂശിച്ചത്? യഹൂദന്മാരാ. നമുക്ക് കൈ കഴുകാൻ പറ്റും. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, യഹൂദന്മാർ മാത്രമല്ല യേശുവിനെ ക്രൂശിച്ചത്, ഞാനും നിങ്ങളും കർത്താവിനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. എപ്പോൾ ക്രൂശിച്ചു? എൻ്റെ പാപം അവൻ ചുമന്നതാണ് അവൻ ക്രൂശിൽ കയറുവാൻ കാരണമായി തീർന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൻ്റെ ഒരു കാരണക്കാര് ഞാനും നിങ്ങളും കൂടെയായിരുന്നു. അതാണ് യേശു നമ്മുടെ സോഴ്സ് ഓഫ് സാൽവേഷൻ ആയി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സോഴ്സ് ഓഫ് സാൽവേഷൻ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് യേശു ഈ പദവി പ്രാപിച്ചു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ പറയപ്പെടുന്നു യേശു നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അതിനു മുൻപ് യേശു ഏതവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു? വായിച്ചിട്ട് അതിൻ്റെ 8-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 8 വീണ്ടും ഒരിക്കൽ കൂടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വായിക്കുന്ന ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 8 and 9. അവിടെ പറയുന്നു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ ആ ഭാഗം പറയുന്നു പുത്രനാകുന്ന പുത്രനെങ്കിലും. അതാരെക്കുറിച്ച് പറയുന്നത്? കർത്താവായ യേശുവിനെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറയുന്നു? യേശു ക്രിസ്തുവിനെ പെർഫെക്റ്റ് ആക്കി, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പെർഫെക്ഷനിലേക്ക് നടത്തി. എങ്ങനെയാണ് പെർഫെക്ഷനെ നടത്തുന്നത്? ശ്രദ്ധിച്ചോണം ഇനിയുള്ള ഭാഗം. കർത്താവായ യേശു ക്രിസ്തുവിനെ പെർഫെക്ഷനിലേക്ക് നടത്തി എന്ന് പറയുന്നത് 2 കാരണം. ഒന്ന്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. അപ്പോൾ ഒന്ന്, ഈ തികഞ്ഞവനാക്കുവാൻ തക്കവണ്ണം യേശുവിനെ ഏതിൽ കൂടെ നടത്തേണ്ടതായിട്ട് വന്നു? കഷ്ടാനുഭവങ്ങൾ കൂടെ നടത്തുന്നതായിട്ട് വന്നു. ഈ കഷ്ടാനുഭവത്തിൽ കൂടെ യേശു നടന്നത് യേശുവിനെ എങ്ങോട്ട് നയിച്ചു? അവിടെ പറയുന്നത് സഫറിങ്സ് ലീഡ്സ് ഇൻടു ഒബീഡിയൻസ്. അനുസരണത്തിലേക്ക് കഷ്ടത നടത്തണം. ഒന്ന് നോട്ട് ചെയ്താട്ട്, സഫറിങ്സ്, കഷ്ടത കർത്താവായ യേശുവിനെ അനുസരണത്തിലേക്ക് നടത്തി. അവിടെ അനുസരണം കർത്താവായ യേശുവിനെ എങ്ങോട്ട് നടത്തി? പെർഫെക്ഷനിലേക്ക് നടത്തി. ഒബീഡിയൻസ് ലെഡ് ഹിം ടു പെർഫെക്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണ ഈ ഭാഗം ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. അപ്പോൾ കഷ്ടത കർത്താവായ യേശുവിനെ എങ്ങോട്ട് നടത്തി? അനുസരണത്തിലേക്ക് നടത്തി. ഈ അനുസരണമാണ് യേശുവിനെ എങ്ങോട്ട് നടത്തിയത്? തികഞ്ഞവനാക്കുവാനിടയായി. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തികഞ്ഞവൻ ആകണമെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ കൂടെ പോയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ വിഷയം അവിടെയാണ്. ഞാനും നിങ്ങളും തികഞ്ഞവരാകണമെങ്കിൽ, ഒരു പെർഫെക്ഷൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ, എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടത് എൻ്റെയും ഞാനും നിങ്ങളും ഏതിൽ കൂടെ കടന്നു പോകണം? ഒരു സഫറിങ്സിൽ കൂടെ കടന്നു പോകണം. പക്ഷേ ഈ സഫറിങ്സ്, ഈ കഷ്ടതയുടെ മധ്യത്തിൽ എനിക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? അനുസരിക്കുവാനായിട്ട് ഒരുക്കപ്പെടണം. ഈ അനുസരണമായിരിക്കും എന്നെ എങ്ങോട്ട് നടത്തുന്നത്? പൂർണ്ണതയിലേക്ക് നടത്തും. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ യേശു പെർഫെക്റ്റ് അല്ലാഞ്ഞുവോ?
കർത്താവായ യേശു പൂർണ്ണനോ അപൂർണനോ? പൂർണ്ണൻ. അങ്ങനെയെങ്കിൽ ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയപ്പെടുന്നത് വേറെ ചിന്തയെക്കുറിച്ച് പറയുന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ ഈ തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിനെ സംഭവ ദൈവം ആരാക്കി എന്ന് അവിടെ പറയപ്പെടുന്നേ? തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞാൽ യേശു തികഞ്ഞവൻ അല്ല എന്നല്ല അതിൻ്റെ ധ്വനി. പിന്നെയോ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച നിത്യരക്ഷയുടെ കാരണഭൂതനാകണമായിരുന്നുവെങ്കിൽ യേശു ഈ ലോകത്തിൽ വന്നിരിക്കുമ്പോൾ താൻ അനുഭവിക്കേണ്ടതായിരിക്കും, താൻ കടന്നു പോകേണ്ടതായിരിക്കുന്ന, അല്ലെങ്കിൽ ആ പെർഫെക്ഷനിലേക്ക് കടന്നു പോകാനുള്ള ഒരു പ്രോസസ് ആണ് നമ്മളിവിടെ കാണുവാൻ സാധിച്ചത്. കർത്താവായ യേശു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ യേശു പെർഫെക്റ്റ് ആയിരുന്നു, പൂർണ്ണനായിരുന്നു. പക്ഷേ ആ പൂർണ്ണത കൊണ്ട് മാത്രം പോരാ. എന്ത് ദൈവം ആഗ്രഹിച്ചു? ഈ ലോകത്തിൽ കർത്താവായ യേശു പൂർണ്ണനാകുവാനായിട്ട് ആഗ്രഹിച്ചു. ഇവിടെ എന്താ യേശു ചെയ്തത്? യേശു ഓൾറെഡി പൂർണ്ണനാണ് എങ്കിൽ തന്നെയും ഇപ്പോൾ കർത്താവായ യേശു എന്ത് പ്രാപിച്ചെടുക്കുക? അന്ന് ഞാൻ പൂർണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല ചെയ്തത്. പിന്നെ ഈ ലോകത്തിൽ താൻ ആയിരുന്നപ്പോൾ ആ പൂർണ്ണത താൻ അക്വയർ ചെയ്യുക, താൻ അത് പ്രാപിച്ചെടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോ? നിങ്ങൾ കിട്ടിയോ? അത് മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ആര് തന്നെ? പെർഫെക്റ്റ്. യേശു പൂർണ്ണനാണ്. പക്ഷെങ്കിൽ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ പൂർണ്ണനാണെങ്കിലും ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച ഒരു പദവിയുണ്ട്. എന്ത് പദവിയാണ്? അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് സാൽവേഷൻ. ഈ രക്ഷയുടേതായിരിക്കുന്ന ഉറവ അവനായിരിക്കത്തക്കവണ്ണമാണ് ദൈവം യേശുവിനെ പ്ലാൻ ചെയ്തത്. അതാണ് കർത്താവായ യേശുവിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ മുൻനിശ്ചയം എന്ത് ദൈവം ആഗ്രഹിച്ചുവോ അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ സംഭവിക്കേണ്ടത്. ഈ അവസ്ഥയിലേക്ക് കർത്താവായ യേശു കടന്നു വരണമായിരുന്നുവെങ്കിൽ യേശു എന്ത് ചെയ്യണമായിരുന്നു? പെർഫെക്റ്റ് ആയിരിക്കുന്ന യേശു പെർഫെക്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമല്ല. പിന്നെയോ ഈ ലോകത്തിൽ കർത്താവായ യേശു കടന്നു വന്നപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് കടന്നു പോകണമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ ലോകത്തിൽ കഷ്ടതയിൽ കൂടെ യേശു കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഈ കഷ്ടതയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോയത് തന്നെ പൂർണ്ണനാക്കിയെങ്കിൽ, പെർഫെക്ഷനിലേക്ക് നടത്തിയെങ്കിൽ ദൈവമക്കൾ മനസ്സിലായിക്കോണം, ഏത് ദൈവ പൈതലിൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നതാണ് അവരുടെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ഇന്ന് വൈകിട്ട് ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കി. പ്രാച്ചുണ്യതപ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഇപ്രകാരമാണ്. ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഏത് ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും ഒരു കഷ്ടതയെ കാണുവാൻ സാധിക്കും. നിങ്ങൾ യോസെഫിനെ വിളിച്ച് നോക്ക്, യോസെഫ് ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുകയാണ്. നിങ്ങൾ ശദ്രക്ക് മേശക്ക് അബേദ്നോനെ വിളിച്ചു നോക്ക്, ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുകയാണ്. ദാനിയേലിനെ വിളിച്ചു നോക്ക്, ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുകയാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരിക്കും, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമായിരിക്കും, എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? അതിന് യാതൊരു കാരണമില്ല എന്ന് പറഞ്ഞാൽ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ല ഞാനിപ്പോൾ കഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. അവർക്കത് ധൈര്യമായിട്ട് അവർക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് രാത്രി ദൈവം അങ്ങനെയുള്ളവർക്കൊരാലോചന പറഞ്ഞു തരുവാൻ ദൈവം പറഞ്ഞ ഇപ്രകാരമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ കഷ്ടപ്പെടുവാൻ ഞാൻ ഒരുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വായിച്ചാട്ട് പത്രോസ് ലേഖനത്തിലേക്ക് കടന്നു വന്നാട്ട്. ഒന്ന് പത്രോസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നു ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം. നിങ്ങൾ യോസെഫിനെ നിങ്ങൾ നോക്ക്, എന്തുകൊണ്ട് യോസെഫ് കഷ്ടം അനുഭവിച്ചു? കാരണം ദൈവത്തെക്കുറിച്ചുള്ള മനോബോധമാണ് കാരണം. ഫറവോന്റെ വീട്ടിൽ നിന്ന് നേരെ കൊട്ടാരത്തിൻ്റെ അവിടെ ഇവിടെ അടിമയായിട്ട് കിടക്കപ്പെടുവാൻ, അവരുടെ ജയിലിൽ കിടക്കുവാനുള്ള ഒരൊറ്റ കാരണം ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം. ദൈവത്തെക്കുറിച്ചൊരു ചിന്ത യോസെഫിന് ഇല്ലായിരുന്നു വെങ്കിൽ യോസേഫ് ഈ കാരാഗ്രഹത്തിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ശദ്രക്ക് മേശക്ക് അബേദ്നോനെ നോക്ക്, അവർ
അവരും ഈ ഈ ഈ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ ഇടയായിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം. അവർ ദൈവത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ദാറ്റ്സ് ഓൾ. അവിടെ ദാനിയേലിനെ നിങ്ങൾ നോക്ക്, ദാനിയേലിന്റെ ജീവിതത്തിലും കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, അന്യായമായിട്ട് അഥവാ നമ്മൾ തന്നെ പിന്നോട്ട് നോക്കി യാതൊരു കാരണവുമില്ലാതാണ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വീക്ക്നെസ് ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഒരു പ്രമോഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് ആരെങ്കിലും സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ദൈവം അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. യോസെഫിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത എന്ന് പറയുന്നത് യോസെഫിനെ പ്രധാനമന്ത്രിയാക്കാനാ. ദാനിയേലിൻ്റെ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ രണ്ടാമനാകാനാ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ജീവിതത്തിലെ ഈ കഷ്ടത എന്ന് പറയുന്നത് അവരെ കൊട്ടാരത്തിൽ മറ്റുള്ളവരെക്കാൾ വലിയവനാക്കുവാനാ. ഇന്ന് രാത്രി ദൈവമക്കൾ നോത്തോണേ, ഈ ലോകത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും ഒരു ദൈവ പൈതൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തമായിട്ട് കഷ്ടം അനുഭവിക്കുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് ഒരു പ്രമോഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഞാൻ പറഞ്ഞത് ഒരു കഷ്ടത അന്യായമായിട്ട് യാതൊരു തെറ്റും ചെയ്തില്ല, ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നിട്ടും ഞാൻ കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കഷ്ടത എന്ന് പറയുന്നത് ഒരു പ്രമോഷൻ്റെ മുന്നോടിയായിട്ട് കടന്നു വരും. എന്ന് പറഞ്ഞാൽ 100% നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു പ്രമോഷൻ കടന്നു വരുന്നുണ്ട്. എവിടെയാണ് എന്തിലാണ് പ്രമോഷൻ എന്നുള്ളതല്ല. പിന്നെയോ ഒരു കാര്യം സത്യമായിട്ട് വെളിപ്പെടുത്തുന്നു, ദൈവം നിങ്ങളായിരിക്കുന്ന അവസ്ഥ നിന്ന് ഒരു ഉയർച്ചയിലേക്ക് ദൈവം നിങ്ങളെ നടത്തുന്നു. അത് ഏത് സ്ഥാനത്ത് നിങ്ങൾ അന്യായമായി കഷ്ടം സഹിക്കുന്നുവോ, ഒരുപക്ഷെ ആത്മീയമായ വിഷയത്തിൽ നിങ്ങൾ അന്യായമായി കഷ്ടം സഹിക്കാം, അല്ലെങ്കിൽ ഭൗതിക മണ്ഡലങ്ങളായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, എവിടെയും ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അതൊരു പ്രമോഷൻ്റെ ആദ്യത്തെ പടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു അന്യായമായി കഷ്ടം സഹിച്ചു. കഷ്ടം സഹിക്കേണ്ട ഒരാവശ്യങ്ങളും കർത്താവായ യേശുവിനില്ല. എന്നാൽ ഈ കഷ്ടത കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു വിളിച്ചു വരുത്തിയതല്ല, പിന്നെയോ താൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിച്ചത് കൊണ്ട് തൻ്റെ പിന്നാലെ കൂടിയതാണ് ഈ അനുഭവം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശു ഒരു കഷ്ടതയും വിളിച്ചു വരുത്തിയതല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തൻ്റെ പിന്നാലെ കൂടി വന്ന കാര്യങ്ങളാണ് ഈ സഫറിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ പിന്നാലെ ഈ കഷ്ടത കൂടെ വരും. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ നിൽക്കുവാൻ ഞാൻ എന്ന് സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്, അന്നായിരിക്കും ഇത് പിന്നാലെ കടന്നു വരും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് ഒരു രാവിലെ എഴുന്നേറ്റ് തീരുമാനമെടുത്ത് ഇന്ന് എന്ത് വന്നാലും വേണ്ടില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കും. രാവിലെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രശ്നം വരും, അതിനകത്ത് വീണും പോകും. എന്താ അതിൻ്റെ കാരണം? ഈ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നേ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. തീരുമാനം എടുക്കാത്തവരെ കൊണ്ട് ദൈവത്തിന് ഒരു ഉപയോഗമില്ല. തീരുമാനം എടുക്കാതെ ഒന്നും നേടുവാൻ സാധ്യവുമല്ല. അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് എന്ത് കടന്നു വരുന്നത്? ഒരു ടെസ്റ്റ് കടന്നു വരുന്നത്, ഒരു റിയൽ ടെംപ്റ്റേഷൻ അവിടെയാണ് കടന്നു വരുന്നത്. ആരുടെ ജീവിതത്തിലും തീരുമാനമെടുത്താലും ഈ ഒരു സ്റ്റെപ്പ് കടന്നു വരും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന ടെസ്റ്റ് യേശു ക്രിസ്തുവിനെ പെർഫെക്റ്റ് ആക്കി എന്ന് പറയുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കിയോണം, കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചതുപോലെ അല്ല പലപ്പോഴും നമ്മൾ അനുഭവിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവിടെ പറയുന്നു കർത്താവായ യേശുവിൻ്റെ കഷ്ടത ദൈവത്തെ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് യേശുവിനെ നടത്തി. ആ അനുസരണമാണ് പെർഫെക്ഷനിലേക്ക് നടത്തിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, കർത്താവായ യേശുവിൻ്റെ ഒത്തിരി വിശദമായിട്ട് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല എങ്കിലും യേശു ക്രിസ്തുവിനെ പെർഫെക്റ്റ് ആക്കുന്നതിന് മുമ്പുണ്ടായ ഒരു 3 കഷ്ടതയെക്കുറിച്ച് മാത്രം നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വായിച്ച കർത്താവായ യേശുവിൻ്റെ ടെംപ്റ്റേഷനുമായുള്ള ബന്ധത്തിൽ മാത്രം ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ
മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, എങ്ങനെ യേശു പെർഫെക്റ്റ് ആയി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻട്രി ചെയ്യുവാൻ പോയപ്പോൾ യേശു ക്രിസ്തുവിനെ പിശാച് പിന്നാലെ കൂടി. യേശു ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു എന്നത് പിശാചാണ്. ആദ്യം യേശുവിനെ വരവേറ്റത് പിശാചാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം യേശുവിനെ വരവേറ്റത് പിശാചാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, കുറച്ച് ദിവസം ഉപവസിക്കുന്നതുകൊണ്ട് പിശാച് എന്നേക്കുമായിട്ട് വിട്ട് മാറ്റപ്പെടുമെന്ന് ചിന്തിക്കരുത്. ഉപവാസം കഴിഞ്ഞ് ആദ്യം നമ്മളെ സ്വീകരിക്കുന്നതും ആരാകാൻ ചാൻസ് ഉണ്ട്? ഈ പുള്ളി ആകാൻ ചാൻസ് ഉണ്ട്, അല്ലയോ? ശരിയല്ലയോ? അതുകൊണ്ടാണല്ലോ കിട്ടിയത് മുഴുവൻ കൊണ്ട് കളഞ്ഞതല്ലേ. ഇവിടെ എന്താ വിഷയം എന്നാ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, പിശാച് യേശുവിനെ എതിരേറ്റിട്ട് ആദ്യത്തെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു യാതൊരു കുറ്റവും ചെയ്യാതെ വെറുതെ പരിശുദ്ധാത്മ പ്രാർത്ഥിച്ച് യേശു തിരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരികയാണ്. അങ്ങോട്ടൊന്നും പോയില്ല, പുള്ളി ഇങ്ങോട്ട് കടന്നു ചെന്നു. എന്താ യേശുവിൻ്റെ ജീവിതത്തിൽ ആദ്യം പറഞ്ഞത്? യേശുവിനെ ഇവിടെ പെർഫെക്റ്റ് ആക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ യേശു ക്രിസ്തു വഴിനീളെ നടന്നു പോയ സമയത്ത് കടന്നു വന്ന ഒന്നാമത്തെ ഇഷ്യൂ, ഞാൻ പറഞ്ഞു വരുന്ന ഒരു വാക്കുകളുടെ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ പോയി ചെവിയെ പിടിച്ച് കൊണ്ടുവരുന്നതല്ല, വഴിനീളെ കടന്നു പോകുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നതാണ് പ്രശ്നമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. മനസ്സിലായില്ലേ? യേശു ക്രിസ്തു ഇതിന് പിന്നിൽ കടന്നു പോയില്ല, യേശു വഴിയെ പോയതേ ഉള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ കടന്നു വന്ന് യേശുവിനെ പിടിച്ചതാണ് ഈ പ്രത്യേകമായിരിക്കുന്ന പ്രശ്നം. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് യേശുവിനെ വിശന്നു. യേശുവിനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പലവട്ടം ചിന്തിച്ച ഭാഗമാണെങ്കിലും ഈ ഭാഗത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഒരു സഫറിങ്സ് കടന്നു വരികയാണ്. എന്താ യേശുവിന് മുമ്പിൽ സഫറിങ്സ് എന്ന് പറയുന്നത്? വിശപ്പ്. ഈ വിശപ്പിന് എന്തു വേണം? കർത്താവായ യേശുവിന് ആഹാരം കിട്ടിയേ പറ്റത്തുള്ളൂ. ആഹാരമില്ലാതെ പറ്റത്തില്ല. 7 ദിവസം ആഹാരമില്ലാതെ ഇരുന്നതിൻ്റെ ക്ഷീണം എന്താണെന്നുള്ളത് അന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ മനസ്സിലാക്കിയില്ലേ? ആ പൊതി കിട്ടിയത് എത്ര വലിയ അനുഗ്രഹമായില്ലേ? എന്താ കാരണം? എന്നാ കാരണം? വിശപ്പിന് ആഹാരം ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും എക്സാക്ട്ലി ഇതേ കാര്യം കടന്നു വന്നു. വേദപുസ്തകം പറയുന്നു, അവന് വിശന്നു, വിശപ്പിൻ്റെ ആഹാരം അവന് ആവശ്യമായിരുന്നു. എന്നാൽ പിശാച് ആ സ്ഥാനത്ത് കടന്നു എന്നിട്ട് പിശാച് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിനോട് പറഞ്ഞത്, ഈ കല്ല് നീ അങ്ങ് അപ്പമാക്കാൻ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, അതിൻ്റെ ആത്മീയ മർമ്മത്തിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വരുവാൻ പോകുന്ന പോയിന്റ്, യേശുവിൻ്റെ മുൻപിൽ കടന്നു വന്ന ഒന്നാമത്തെ പരീക്ഷയാണ്. എന്താണെന്നറിയാമോ? ഭൗതികമായിരിക്കുന്ന ആഹാരം നിനക്കിപ്പോൾ ആവശ്യമാണ്. പക്ഷെങ്കിൽ ഈ ആഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു അസാധാരണമായിരിക്കുന്ന ഒരു വീര്യപ്രവൃത്തി നടക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, നീ അത് ചെയ്യുക. പക്ഷെങ്കിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പറഞ്ഞ വേർഡ് ഇപ്രകാരമാണോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു എന്തിനു വില കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സഫറിങ്സ് തന്നെ അനുസരണത്തിലേക്ക് നടത്തി. അതാണ് തന്നെ തികഞ്ഞവനാക്കിയത്. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഭൗതിക ആഹാരത്തിൻ്റെ വിഷയം കടന്നു വന്നപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചത് എന്തെന്ന് നിങ്ങൾക്കറിയാം. യേശു ആഗ്രഹിച്ചത് പിശാചിനെ തോറ്റുകൊടുക്കുവാൻ ആഗ്രഹിക്കാതെ ഭൗതിക ആഹാരത്തിന് അപ്പുറമായിട്ടുള്ള ഒരാത്മീയ ഭോജനം കൊണ്ട് ജീവിക്കുവാൻ കർത്താവായ യേശു തന്നെ ഫലമേൽപ്പിച്ചു. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ പോയിന്റ്. ഒരു ഭൗതിക ആഹാരം ആവശ്യമായിരിക്കുന്ന സ്ഥാനത്ത്, ഭൗതിക ആഹാരം അത്യാവശ്യമായിരുന്ന സ്ഥാനത്ത്, ഭൗതിക ആഹാരം കിട്ടാതിരിക്കുമ്പോൾ, നോർമലായിട്ട് കിട്ടുവാൻ അസാധ്യമായിരിക്കുന്ന സമയത്ത് കർത്താവായ യേശു എന്ത് ചെയ്തു? അസാധാരണമായിരിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെടുത്താതെ തൻ്റെ ആത്മീയ ആഹാരം കൊണ്ട് തൃപ്തനാകുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സംഭവിച്ചത് ഭൗതിക ആഹാരത്തെക്കാൾ കൂടുതൽ കർത്താവായ യേശു ഏതിന് വില കൊടുത്തു? ആത്മീയ ആഹാരത്തിന് വില കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, യേശു ക്രിസ്തുവിനെ അനുസരണത്തിലേക്ക് നടത്തേണ്ടി വന്നപ്പോൾ യേശു ഒന്നാമത് ചെയ്ത് തൻ്റെ ഭൗതിക ആഹാരത്തെക്കാൾ കൂടുതൽ താൻ മാനിക്കുവാൻ ഇടയായിത്തീർന്നത്, വില കൊടുക്കുവാൻ ഇടയായിത്തീർന്നത് ആത്മീയാഹാരം. അതിൻ്റെ അർത്ഥം യേശു ആഹാരം കഴിച്ചിട്ടില്ലെന്നല്ല. യേശു പിന്നെ പട്ടിണി കിടന്ന് നല്ല ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്, യേശു ആഹാരം കഴിച്ചു. പക്ഷെങ്കിൽ അന്യായമായി ദൈവഹിതപ്രകാരം അല്ലാത്തതായിരിക്കുന്ന ആഹാരത്തിന് യേശു വില കൊടുക്കുവാൻ ആഗ്രഹിച്ചില്ല. അതിനേക്കാൾ യേശു ആഗ്രഹിച്ചത് പട്ടിണി കിടക്കുവാൻ, അഥവാ ദൈവത്തിൻ്റെ വചനം തനിക്ക് ആഹാരമായി മാറ്റുവാനായിട്ട് ആഗ്രഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോടുള്ള അനുസരണം കഷ്ടതയിൽ,
ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത് പറയുമ്പോൾ എൻ്റെ ഭൗതിക വിഷയത്തെക്കാൾ ഉപരിയായിട്ട് ഭൗതിക വിഷയം എനിക്ക് ആവശ്യമായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഭൗതിക വിഷയത്തിനല്ല വില കൊടുക്കേണ്ടത്, അതിനപ്പുറത്തുള്ള ഒരു ആത്മീയ കാര്യത്തിന് വില കൊടുക്കുന്നതാണ് അനുസരിക്കുവാനുള്ള മാർഗം. മനസ്സിലായോ നിങ്ങൾക്കത്? മനസ്സിലായോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന വഴിയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ഒരു ടെംപ്റ്റേഷനായി പറയപ്പെടുന്നത്. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ എന്തിനു വില കൊടുക്കുന്നു? ഭൗതിക കാര്യത്തിന് വില കൊടുക്കുന്നു. ഭൗതിക കാര്യത്തിന് വില കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സഫറിങ്സിൽ നമ്മൾ വീണ് പോകുന്നു. ഇതിൽ യേശു ഒരു സഫറിങ്സ് എടുക്കേണ്ട കാര്യമേ ഇല്ല. യേശു എന്ത് ചെയ്താൽ മതി? അല്പം കഴിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അതുകൊണ്ട് എന്തു വരത്തില്ല? നോ സഫറിങ്സ്, യാതൊരു കഷ്ടതയും അതിനകത്തില്ല. യേശു ക്രിസ്തുവിനെ കല്ലപ്പമാക്കാം, അപ്പമാക്കി കഴിഞ്ഞാൽ ഭക്ഷിക്കുവാൻ സാധിക്കും. ഇതെല്ലാം കർത്താവായ യേശു. അങ്ങനെയെങ്കിൽ യേശുവിന് വളരെ ഈസി ആയിട്ട് ഏതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നു? സഫറിങ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നു. എന്നാൽ യേശുവിന് ഒരു കാര്യം അറിയാം, ഞാൻ ഈ കല്ലപ്പമാക്കി തീർക്കുന്നതല്ല ആരുടെ ആഗ്രഹം? ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ വളരെ വലുത്. നിങ്ങൾ മനസ്സിലാക്കിയോണേ, അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന ഭൗതിക വിഷയങ്ങൾ, ആ ഭൗതിക വിഷയങ്ങളെ ഭൗതികമായിട്ട് എടുക്കാതെ അതിനപ്പുറത്ത് ഒരാത്മീയ കാഴ്ചപ്പാടിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു പോകുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ദൈവത്തോടുള്ള എൻ്റെ അനുസരണം ഞാൻ വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ? എനിക്ക് നിങ്ങൾക്ക് അത് ഭൗതികമായിട്ട് ഏറ്റെടുക്കാം. ഭൗതികമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കും, അതൊന്ന് കിട്ടുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു മുഖാന്തരം എനിക്ക് പിടിക്കുവാൻ സാധിക്കും. എന്നാൽ ഞാൻ തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ്, എനിക്ക് അത് ലഭിക്കാതെ വരുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഏതുകൊണ്ടുകൂടെ ജീവിക്കും? ദൈവത്തിൻ്റെ വചനം കൊണ്ട്. വിഷയം ഭൗതികമാ, പക്ഷെങ്കിൽ ആ ഭൗതിക വിഷയത്തെ കർത്താവായ യേശു ആത്മീയ വിഷയം കൊണ്ടുവന്നിട്ട് അതിനെ ഇല്ലായ്മ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണേ, ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട ക്ലൂവാണ്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനതയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ കടന്നു വന്ന ഏത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, ഇതിനെ ഒരു ആത്മീയ തലത്തിലേക്ക് എനിക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെങ്കിൽ, ആത്മീയമായിട്ട് എനിക്കതിനെ ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ ജഡത്തിൻ്റെ ബലഹീനതയ്ക്ക് യാതൊരു വിലയും വരത്തില്ല. ഇതിനപ്പുറത്ത് ജീവിക്കുന്നു. ഇന്ന് ദൈവമക്കൾക്കുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, കഷ്ടത എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടുവിനകത്തില്ല. അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ 1 by 1 ആണ് അനുഗ്രഹങ്ങൾ പിന്നാലെ കടന്നു വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വരും. പക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം കഷ്ടം അനുഭവിക്കുവാനും കൂടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ മൂന്നാമത്തെ പരീക്ഷ ഇതേ സിമിലർ ആയിരിക്കുന്ന പരീക്ഷയാണ്. എന്താ യേശുവിനോട് പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യ്, താഴോട്ട് ചാട്, നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്താ യേശു പറഞ്ഞത്? ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെയും കർത്താവായ യേശു എന്ത് ചെയ്തു? അതിനെ ആത്മീയമായിട്ട് വിവേചിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവന്നു. മൂന്നാമത്തെ പരീക്ഷ നിങ്ങൾ മനസ്സിലാക്കുക. പിശാച് പറയുന്ന ഒരു വേർഡുണ്ട്, നീ എന്നെ വീണ്ടും നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാനിതൊക്കെ നിനക്ക് യേശു ക്രിസ്തുവിന് മേടിക്കാമായിരുന്നു. പക്ഷേ യേശു എന്ത് ചെയ്തു? പിശാചിന്റെ മുൻപിൽ മുട്ടുമടക്കി അത് ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോടുകൂടെ ദൈവത്തെ അനുസരിച്ച് ക്രൂശ് വഹിക്കുന്നതാണ് നല്ലതെന്നുള്ള കർത്താവ് മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ 3 ഈ ടെംപ്റ്റേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ 3ലും കർത്താവായ യേശു എന്തിനു വില കൊടുത്തുവെന്ന് ചിന്തിച്ചാൽ, യേശു ഭൗതിക കാര്യത്തിനല്ല വില കൊടുത്തത്, അതിനപ്പുറത്തുള്ള ആത്മീയ കാര്യത്തിന് വില കൊടുത്തു. അവസാനമായിട്ട് നിങ്ങൾ കടന്നു വന്ന് നോക്ക്, ഗത്സമന തോട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒന്ന് വിലമതിക്കുവാൻ ദൈവം കൽപ്പിച്ചു. എന്താ വിലമതിക്കുവാൻ കൽപ്പിച്ചത്? യേശു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നിക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം അപ്പത്തിൻ്റെ കാര്യം വെച്ചുകൊണ്ട് പിശാച് ഒരു വിലപേശൽ നടത്തി. രണ്ടാമത് തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ പിശാച് ഒരു വിലപേശൽ നടത്തി. മൂന്നാമത് താൻ വന്നിരിക്കുന്ന തൻ്റെ ഡെസ്റ്റിനി ഏറ്റെടുക്കുന്നതിന് പിശാച് ഒരു വിലപേശൽ നടത്തി. എന്നാൽ ഇതിലൊന്നിലും യേശു ക്രിസ്തു സമ്മതിച്ചു കൊടുക്കാതെ അവസാനമായിട്ട് കടന്നു വന്നപ്പോൾ ലാസ്റ്റ് വിഷയം എന്ന് പറയുന്നത് തൻ്റെ ജീവൻ വെച്ച് പിശാച് ഒരു വിലപേശൽ നടത്തുക. നിങ്ങൾ മനസ്സിലാക്കിക്കോണം,
ഈ നാളുകളൊക്കെ തൻ്റെ ജീവിതത്തിൽ വിശപ്പിനെ അതിജീവിച്ച് ദൈവത്തിന് ഹിതം ചെയ്യുവാൻ ഇടയായിത്തീർന്നവൻ, പ്രത്യേകിച്ച് തൻ്റെ ഡെസ്റ്റിനി ദൈവത്തിന് ഹിതപ്രകാരം നിറവേറ്റപ്പെടണമെന്നോ ആഗ്രഹിച്ചൊരു കർത്താവായ യേശു ഈ ഗത്സമന തോട്ടത്തിൽ കടന്നു വന്നിരിക്കുമ്പോഴും യേശുവിൻ്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നില്ല. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്നോ ദൈവത്തോട് കൽപ്പിച്ചിട്ട് പറഞ്ഞൊരു വേർഡ് ഇതാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. എന്ത് സംഭവിച്ചു? അവസാന ലെവലിലേക്ക് കടന്നു വന്നപ്പോൾ ജീവൻ കൂടെ ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവായ യേശുവിന് സാധ്യമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ജീവൻ കൂടെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്താ വെളിപ്പെടുത്തിയത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യത്തെ ഒരു പരീക്ഷയിൽ കർത്താവായ യേശു ജയിച്ചതുകൊണ്ട് രണ്ടാമത്തെ പരീക്ഷയിൽ തോറ്റുപോയിരുന്നുവെങ്കിൽ യേശുവിന് ഇന്ന് രക്ഷയുടെ കാരണഭൂതനാകുവാൻ സാധ്യമല്ല. ഒരു ദൈവമക്കൾ മനസ്സിലാക്കിയോണം, ചില ടെംപ്റ്റേഷൻ, ചില ടെസ്റ്റുകൾ നമ്മൾ ജയിക്കുന്നുണ്ട്, ചിലതിൽ നമ്മൾ പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആകുന്നതല്ല. പിന്നെയോ ദൈവമക്കൾക്ക് വേണ്ടത് ജീവിതത്തിൽ കടന്നു വരുന്ന ആ ടെസ്റ്റിനെ 1 by 1 ആയിട്ട് ജയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോയെങ്കിൽ മാത്രമേ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. ആ പെർഫെക്ഷൻ ഞാൻ അനുഭവിക്കണമെങ്കിൽ, ആ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ തീരണമെങ്കിൽ യേശു പെർഫെക്റ്റ് ആയിട്ടൂടെ ഈ ലോകത്തിൽ യേശു ദൈവത്തെ അനുസരിച്ച് കഷ്ടം സഹിപ്പാനായിട്ട് യേശു മനസ്സ് വെച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനായിട്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്നോ ആ പെർഫെക്ഷൻ എന്നുള്ള പദവിയിലേക്ക് കടന്നു വന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കുന്ന അനുദിന കഷ്ടതകളെ ഒന്ന് ദൈവത്തിൻ്റെ വിഷയത്തിൽ കൂടെ ഏറ്റെടുത്ത് അതനുസരിക്കും, അതിന് ദൈവഹിതപ്രകാരം ഏറ്റെടുക്കുവാൻ മനസ്സ് വെച്ചുകൊണ്ട് അത് ദൈവഹിതപ്രകാരം അതിനെ കണ്ടുകൊണ്ട് അതിന്മേൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് നാളെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമ്മെ പെർഫെക്റ്റ് ആക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന പദവിയിലേക്ക് കടന്നു വരും. ഇവിടെയാണ് നമ്മൾ മച്ചുവർ ആകുന്ന ഒരു പ്രത്യേകത. അല്ലെങ്കിൽ എന്ത് വരുന്നു? ഒരു പ്രശ്നം വന്നു, പ്രശ്നത്തിൽ തോറ്റുപോയി, അവിടെ നമ്മൾ മച്ചുവർ ആകുന്നില്ല. എന്നാൽ വീണ്ടും നമ്മൾ അതിന്മേൽ ജയിക്കുമ്പോഴാണോ അതിന്മേൽ ജയമെടുക്കുവാൻ ഇടയായി തരുന്നത്? ദൈവമക്കളെ ഒന്ന് കണ്ണുകൾ അടച്ചാട് ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അതേ, കർത്താവായ യേശു തികഞ്ഞവനാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായി. യേശു തികഞ്ഞവനല്ലെന്നല്ല, യേശു തികഞ്ഞവനായിരുന്നിട്ടൂടെ ഈ ലോകത്തിൽ കഷ്ടം അനുഭവിപ്പാൻ യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഇന്ന് സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രിനെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെയും നിങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരണമായിട്ട് ഞാനും നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും.